സമീർ മോഡി ആസാദി പ്ലാൻ അൺലിമിറ്റഡ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു പ്ലാനാണ്. ആ പ്ലാനിനെ വീണ്ടും കൂടുതൽ പവർഫുൾ ആക്കാൻ വേണ്ടിയിട്ടുള്ള ലോവർ ലെവലിലുള്ള ആൾക്കാർക്ക് കൂടുതൽ വരുമാനം കിട്ടാൻ വേണ്ടിയിട്ട് കമ്പനി ഇതിനെ കൂടുതൽ എംപവർ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ ഇതൊരിക്കലും ഒരു പുതിയ പ്ലാൻ വരികയല്ല. അപ്പൊ നമ്മൾ ഈ മാസവും നല്ല ബിസിനസ് ചെയ്ത് നല്ലൊരു ബേസ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അടുത്ത മാസം ഈ ഗ്ലോബൽ പ്ലാനിലേക്കുള്ള ഒരു ട്രാൻസിഷൻ നമുക്ക് വളരെ ഈസിയായി, വളരെ ആനന്ദകരമായി, വളരെ ലാഭകരമായി നമുക്ക് ചെന്നെത്താൻ കഴിയും. അപ്പൊ അതിനുകൂടെ നിങ്ങളെ എടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ ഇന്നത്തെ ട്രെയിനിങ്ങിന്റെ ഒരു ഉദ്ദേശവും കൂടെ. ഈ മാസം നമുക്ക് ബേസ്മെന്റ് അങ്ങ് കെട്ടണം ശക്തമായി. എന്താ ലീഡേഴ്സ്? എന്താ ശശികുമാർ സാർ? ഈ മാസം നമുക്ക് ബേസ്മെന്റ് അങ്ങ് കെട്ടണം. അതിൽ നിന്ന് അങ്ങ് കെട്ടി പൊക്കണം. ഇനി തിരിച്ചു പോക്കില്ല. നല്ല കോമ്പൻസേഷൻ പ്ലാൻ ആണ് എംപവർ ചെയ്ത് വരുന്നത്. കാര്യം ലോവർ ലെവലുള്ള ഡയറക്ടേഴ്സ് മുതൽ പ്ലാറ്റിനം വരെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ നല്ല രീതിയിൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ, അതുപോലെ പുതുതായി കടന്നു വരുന്ന ആൾക്കാർക്കൊക്കെ തുടക്കത്തിൽ തന്നെ നല്ലൊരു വരുമാനം വാങ്ങാൻ പറ്റുന്ന രീതി. ശരിക്കും ഈ ബിസിനസ് എന്ന് പറയുന്നത് തുടക്കത്തില് നമുക്ക് വർക്ക് കൂടുതലാണ്. നിങ്ങൾക്കിപ്പോ ഒരു 50,000 രൂപ 1 ലക്ഷം രൂപയൊക്കെ പ്രതിമാസ വരുമാനം നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ആ 1 ലക്ഷം രൂപ നേടാനുള്ള വർക്കുകൾ നിങ്ങളൊരു 6 മാസത്തിന് മുമ്പേ തുടങ്ങണം. ഇതിനകത്ത് ഹലോ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസത്തിന് മുമ്പെങ്കിലും തുടങ്ങണം നിങ്ങൾ. അപ്പൊ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് 1 ലക്ഷം രൂപ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ജൂണില്, ഇതിപ്പോ മാർച്ച് ഏപ്രിൽ മെയ് 3 മാസം, ജൂൺ മാസത്തില് അല്ലെങ്കിൽ ജൂലൈ മാസത്തില് നിങ്ങൾക്കൊരു 50,000-ഓ 1 ലക്ഷമോ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനുള്ള വർക്ക് നമ്മൾ ഈ മാർച്ച് മുതൽ സ്റ്റാർട്ട് ചെയ്യണം. അല്ലാതെ ജൂണിലല്ല വർക്ക് ചെയ്യേണ്ടത്. അവിടെയാണ് ബിസിനസ് പ്ലാനിങ്ങിന്റെ പ്രാധാന്യം. ഡിയർ ഫ്രണ്ട്സ്, പലരും ഈ ബിസിനസിനെ കാണുന്ന രീതികളൊന്ന് മാറണം. കാര്യം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളൊരു പ്ലാനിങ്ങിന്റെ ഒരു അപാകത പല ഭാഗങ്ങളിലും, പല ലീഡേഴ്സിനും നല്ല കഴിവുള്ള ലീഡേഴ്സാണ്, പക്ഷെ അവര് വർക്ക് ചെയ്യുന്നത് ശരിയായ രീതിയിൽ ഉള്ളൊരു പ്ലാനിങ്ങോട് കൂടിയല്ല വർക്ക് ചെയ്യുന്നത്. ശരിയായ സ്ഥലങ്ങളിലല്ല അവർ വർക്ക് ചെയ്യുന്നത്. അവർ എഫേർട്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ശരിയായ സ്ഥലത്തല്ല അവർ കൊണ്ടുവന്നത് ഇടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാനൊരു ചെറിയ ഉദാഹരണം പറയാണ്. നമുക്കൊരു കുഞ്ഞ് ജനിച്ചു, സ്കൂളിൽ ചേർക്കാറൊന്നും ആയില്ലെങ്കിൽ പോലും നമ്മള് അതിന് എത്രയോ നാളിന് മുമ്പ് തന്നെ നമ്മൾ ആലോചിക്കും നമ്മുടെ കുഞ്ഞിനെ എവിടെ ചേർക്കണം. ഇപ്പൊ നമ്മുടെ സ്വന്തം കുഞ്ഞായിക്കോട്ടെ, സഹോദരിയുടെ കുഞ്ഞായിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളെ കൊച്ചുമക്കളായിക്കോട്ടെ, കാര്യം എല്ലാ പ്രായത്തിലുള്ള ആൾക്കാർ ഇവിടെയുണ്ട്. ആ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്നതിന്റെ അന്ന് രാവിലെയാണോ ചെന്ന് നമ്മൾ ഏത് സ്കൂളിൽ ചേർക്കണമെന്ന് ആലോചിക്കുന്നത്? ഹലോ ഡിയർ ഫ്രണ്ട്സ്. അല്ല, നേരത്തെ ആലോചിക്കും, വളരെ നേരത്തെ ആലോചിക്കും. ഇനി നമുക്കൊരു വീട് വെക്കണമെന്നുണ്ടെങ്കിൽ എത്ര കാലം നമ്മൾ ആലോചിച്ചിട്ടാണ് ഒരു വീട് വയ്ക്കാനുള്ള കാര്യങ്ങൾ ആരംഭിക്കുന്നത്. കുടുംബ വീട്ടിന്റെ അവിടെ നിന്ന് ഓഹരി വാങ്ങിച്ച് വീട് വയ്ക്കണോ, അതോ ഒരു 5 സെന്റ് വാങ്ങിച്ച് വീട് വയ്ക്കണോ, അതെവിടെ വേണം? സിറ്റിയിൽ ചെയ്യുന്നതിന്റെ അടുത്ത് വേണോ, അതോ മോളുടെ വീട്ടിനടുത്ത് വേണോ? എല്ലാം നമ്മൾ ആലോചിക്കും. എല്ലാം
നമ്മൾ മുൻകൂട്ടി ആലോചിക്കും. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി ആലോചിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ലക്ഷ്യങ്ങളും, ഞാൻ അങ്ങനെയാ കാണുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഏത് വലിയ ലക്ഷ്യവും, ഒരു വീടല്ല, ഞാൻ 2 വീട് വെച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. ആൾക്കാർ ഒരു വീട് വെക്കാൻ വേണ്ടി മാസങ്ങൾ ആലോചിക്കുമ്പോൾ ഞാൻ പറയുന്നത്, നിങ്ങൾ അത് മാറ്റി വെച്ചിട്ട് മോഡി കെയറിന്റെ സക്സസിന് വേണ്ടിയിട്ട്, മോഡി കെയറിൽ വിജയിക്കാൻ വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള പ്ലാൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അത് ഈ പറഞ്ഞ എല്ലാ കാര്യത്തിനേക്കാളും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രാധാന്യമുള്ളതായി നിങ്ങൾ കാണണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാര്യം മറ്റുള്ള കാര്യങ്ങളെല്ലാം ജീവിതത്തിലെ ഒരൊറ്റ കാര്യത്തെ ആശ്രയിച്ചിരിക്കുമ്പോൾ ഒരു സാധാരണക്കാരന്റെ എല്ലാ സ്വപ്നങ്ങളും, വീടെന്ന് പറയുന്നത് ഒരു സാധാരണക്കാരന്റെ ജീവിതത്തിലെ ഒരു സ്വപ്നമാണ്. എല്ലാ സ്വപ്നങ്ങളും എന്ന് പറഞ്ഞാൽ, വീട് എത്ര നല്ല വീട് വേണമെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഡ്രീം ഹൗസ് വയ്ക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കാറ് മേടിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കാം. ഞാൻ ഈ ബിസിനസ്സിൽ കടന്നു വന്നപ്പോൾ എൻ്റെ ആദ്യത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കടം വീട്ടുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ അവന്റെ ജീവിതത്തിൽ കടമില്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ എത്ര സുഖകരമായ കാര്യമാണെന്ന് അറിയാമോ? നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെല്ലാം ഈ കടം വീട്ടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചും പ്രയാസപ്പെട്ടുമാണ് അവരുടെ ആരോഗ്യവും കുടുംബ ബന്ധങ്ങളും ഒക്കെ തന്നെ വർഷങ്ങളായിട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. ഈ സ്ഥാനത്ത് ഒരു 6 മാസം കൃത്യമായി മോഡി കെയറിലെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ, ഡിയർ ഫ്രണ്ട്സ്, എന്തൊക്കെ കടങ്ങൾ നിങ്ങൾക്കുണ്ടോ, എന്തൊക്കെ സ്വപ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ, അതും അതിനപ്പുറവും നേടിയെടുക്കാൻ കഴിയുന്ന വളരെ മനോഹരമായ ഒരു അവസരമാണ് മോഡി കെയർ എന്ന് പറയുന്നത്. പക്ഷെ പലരും ഇത് ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യാനോ ആ പ്ലാനിനനുസരിച്ച് വർക്ക് ചെയ്യാനോ ആൾക്കാർ തയ്യാറാകുന്നില്ല. എല്ലാം കഴിഞ്ഞതിന് ശേഷം സമയം കിട്ടുമെങ്കിൽ മോഡി കെയർ ചെയ്യും. എല്ലാം കഴിഞ്ഞതിന് ശേഷം സമയം കിട്ടുമെങ്കിൽ മോഡി കെയർ ചെയ്യും. വേറെ പല കാര്യങ്ങൾക്ക് എക്സ്ക്യൂസ് ആൾക്കാർക്ക് ഇല്ല. പക്ഷെ മോഡി കെയറിന്റെ കാര്യങ്ങൾക്ക് ആൾക്കാർ പെട്ടെന്ന് എക്സ്ക്യൂസ് പറയും. ബട്ട് ഡിയർ ഫ്രണ്ട്സ്, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ, ഈ ബിസിനസ്സിൽ വിജയിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ എക്സ്ക്യൂസസ് പറയാതെ അവരുടെ ടീമിന് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് ആ ടീമിന്റെ ബിസിനസ് വോളിയം ബിൽഡ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതിനകത്ത് വിജയിക്കുന്നത്. നിങ്ങൾ ഓരോ മാസവും നിങ്ങളുടെ ഡിഫറൻ്റ് ആയിട്ടുള്ള ലെഗുകളിൽ എത്ര ബിസിനസ് കൊണ്ടുവരണം, നിങ്ങളുടെ ഓരോ ഡൗൺ ലൈൻസിന്റെ ലെഗുകളിലുള്ള വോളിയത്തിനനുസരിച്ചാണ് കാശ് കിട്ടുന്നത്. ഈ ബിസിനസ്സിൽ വേറൊരു ജിമിക്കും ഇല്ല, വേറൊരു മറിമായവും ഇല്ല. നിങ്ങൾ സ്പോൺസർ ചെയ്ത ഓരോ ലെഗുകളിലും എത്ര ബിസിനസ് വോളിയം നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അതാണ് ഈ ബിസിനസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പൊ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ ആർക്ക് വേണ്ടിയാണെന്ന് അറിയാവോ? നമ്മളെ ഡൗൺ ലൈൻസിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യണം.
ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഡൗൺലൈൻസിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യണം. എന്നിട്ട് ആ പ്ലാൻ അവരുമായി ഇരുന്ന് കൃത്യമായി അവരെ ബോധ്യപ്പെടുത്തിയിട്ട് നിങ്ങൾ ആ പ്ലാൻ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് നിങ്ങൾ അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഒരു ഡൗൺലൈനുമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്? ഒന്ന്, ആ ഡൗൺലൈനിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് ലൈൻ, ആ ലെഗിൽ നമ്മൾ എത്ര ബിസിനസ് വോളിയം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു. നിങ്ങളുടെ മുന്നിൽ ഒരു പുസ്തകമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു 4-5 ഡൗൺലൈൻസിന്റെ പേര് അവിടെ ഒന്ന് എഴുതിയാൽ, ഒരു 4-5 ഡൗൺലൈൻസിന്റെ പേരൊന്ന് എഴുതി, 5ഓ 10ഓ എത്ര ഉണ്ടെങ്കിലും എഴുതിക്കോ. കൂടുതൽ എഴുതാമെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണ്. കാര്യം കൂടുതൽ ഡൗൺലൈൻസിൽ കൂടുതൽ ബിസിനസ് വോളിയം കൊണ്ടുവന്നാൽ കൂടുതൽ കാശ് കിട്ടും. ഈ ചില ആൾക്കാർ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ എപ്പോഴും അവരുടെ വോളിയത്തെ കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. എനിക്ക് എത്ര വോളിയം ജനറേറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെയുള്ളവര് ഈ ബിസിനസ്സിൽ വളരില്ല. നിങ്ങൾ ആ ചിന്താഗതികൾ മാറ്റിയിട്ട് നിങ്ങളുടെ ഓരോ ഗ്രൂപ്പുകളിലും ടീമിനെ ഡെവലപ്പ് ചെയ്താലേ ഡയറക്റ്റ് സെല്ലിങ്ങിൽ നിങ്ങളെ കമ്പനി ഒരു ലീഡറായി അംഗീകരിക്കുള്ളൂ. നിങ്ങളിനി 100 പേരെ സ്പോൺസർ ചെയ്താലും 500 പേരെ സ്പോൺസർ ചെയ്താലും മോഡി കെയർ കമ്പനി നിങ്ങളെ ഒരു ലീഡറായിട്ട് അംഗീകരിച്ചിട്ട് കമ്പനിയുടെ 10 വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്ന, നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന ലെഗുകളെ ബിൽഡ് ചെയ്ത് അവിടെ ബിസിനസ് വോളിയം ബിൽഡ് ചെയ്യണം, അവിടെ ലീഡേഴ്സിനെ ബിൽഡ് ചെയ്യണം. നിങ്ങൾ ചിലപ്പോൾ ഭയങ്കര മിടുക്കനായിരിക്കും, 10, 20, 30, 50 പേരെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ കഴിയും. അവിടെയല്ല ഈ ബിസിനസ് സക്സസ് ആകുന്നത്. മോഡി കെയർ ബിസിനസ് സക്സസ് ആകുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ സ്പോൺസർ ചെയ്ത 10ഓ 20ഓ ആൾക്കാരിൽ അറ്റ്ലീസ്റ്റ് ഒരു 4 പേരെങ്കിലും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിച്ചാൽ നിങ്ങൾക്ക് കാശ് കിട്ടും. ഡൗൺലൈൻ ആണ് 6 ലെഗിൽ ലീഡർഷിപ്പ് പിടിച്ചത്. അപ്ലൈൻ എത്ര ലെഗിലെ പിടിച്ചോളൂ? 2 ലെഗിലെ പിടിച്ചോളൂ. അപ്ലൈൻ 50,000 രൂപ കിട്ടി, ഡൗൺലൈന് 2 ലക്ഷം രൂപ കിട്ടി. അപ്പം ഡൗൺലൈന് 2 ലക്ഷം കിട്ടി, അപ്ലൈൻ എത്ര കിട്ടി? 50,000 കിട്ടി. എന്താ കാര്യം? എന്നാ ഈ അപ്ലൈൻ ഒരു 6 ലെഗിന് ലീഡർഷിപ്പ് പിടിച്ചു നോക്കട്ടെ. മറ്റേ ആൾക്ക് 2 ലക്ഷം കിട്ടിയെടുത്ത് അപ്ലൈന് 4 ലക്ഷം കിട്ടും. ഹലോ, ഇവിടെ കമ്പനി നോക്കുന്നത് നിങ്ങൾ എത്ര ലെഗുകളെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എത്ര പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ടെന്നല്ല കമ്പനി നോക്കുന്നത്. 40-50 ഡയറക്റ്റ് ലെഗുകളുള്ള ആൾക്കാരെ എനിക്കറിയാം. 40-50 വെറും 6 ലെഗ് ഉള്ളവൻ 3 ലെഗിനെ ഡെവലപ്പ് ചെയ്തവരുണ്ട്. 1.5 ലക്ഷം രൂപ വാങ്ങുന്നുണ്ട്. ആ 6 ലെഗ് ഉള്ളവൻ അതിൽ എത്ര ലെഗിനെ ഡെവലപ്പ് ചെയ്ത്? 3 ലെഗിനെ. 30-40 ലെഗിനെ സ്പോൺസർ ചെയ്തവൻ എല്ലാ മാസവും എന്തെങ്കിലുമൊക്കെ കുറച്ച് ബിസിനസ് എവിടെന്നെങ്കിലുമൊക്കെ വരും. അവൻ എപ്പോഴും ഡയറക്ടറാണ്. എന്താ കാര്യം? ടീമിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നില്ല. എന്നിട്ട് ആ ടീമിനെ ഡെവലപ്പ് ചെയ്യാൻ ആ ഒരു കാര്യം ക്ലിക്ക് ആവണില്ല എത്ര പറഞ്ഞിട്ടും. അപ്പൊ ഈ ബിസിനസ് എന്ന് പറയുന്നത് നമ്മൾ എത്ര പേരെ സ്പോൺസർ ചെയ്തെന്നുള്ളതിനേക്കാളും ഇതിനകത്ത് ഇമ്പോർട്ടന്റ്
നമ്മൾ എത്ര പേരെ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, എത്ര ലെഗിൽ നമുക്ക് ബിസിനസ് വോളിയം ബിൽഡപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കണം. അപ്പൊ നിങ്ങളുടെ പേപ്പറിൽ 4, 5, 6 ലെഗ് വരച്ചിട്ട് ആ ഓരോ ലെഗിലും നിങ്ങൾ എത്ര ബിസിനസ് വോളിയം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് നിങ്ങൾ എഴുതി വെക്കണം. കൂടുതൽ കാശ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹലോ, കൂടുതൽ വോളിയം കൊണ്ടുവരണം. നിങ്ങൾ മോദി കയറി നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് വോളിയത്തിന് 10% കമ്മീഷൻ നിങ്ങൾ പ്രതീക്ഷിക്കും. ഇപ്പൊ ഒരു 50,000 ബിസിനസ് വോളിയം ജനറേറ്റ് ചെയ്യുന്ന ഒരാൾക്ക് 5,000 രൂപ പ്രതീക്ഷിക്കും. 1,00,000 ബിസിനസ് വോളിയം അങ്ങനെ ജനറേറ്റ് ചെയ്താലോ എത്ര പ്രതീക്ഷിക്കാം? 10,000 പ്രതീക്ഷിക്കാം. പക്ഷെ നിങ്ങൾക്ക് 1,00,000 ജനറേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഡിഫറെന്റ് ലെഗ് വഴിയാണെങ്കിൽ 20,000 രൂപ വരെ പ്രതീക്ഷിക്കാം. ഡിഫറെന്റ് ലെഗിലിട്ട് നിങ്ങൾ അധ്വാനിച്ചാണ് ഈ 1,00,000 കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രതീക്ഷിക്കാം. അതല്ല നിങ്ങൾ ഒരാളെ സ്പോൺസർ ചെയ്ത് ആ ആള് മാത്രമാണ് അതിനകത്ത് 80,000 കൊണ്ടുവരുന്നതെന്നുണ്ടെങ്കിൽ ആരുടെ അധ്വാനം അവിടെ കൂടുതൽ കിട്ടുന്നത്? ഡൗൺലൈൻ്റെ അധ്വാനമാണ്. ഹലോ, ഡൗൺലൈൻ്റെ അധ്വാനം. 2,00,000 വോളിയം കൊണ്ട് 45,000 50,000 മേടിക്കാം. അതിലേക്കാണ് ഞാൻ വരുന്നത്. വളരെ കറക്റ്റ്. ഞാൻ അതിലേക്കാണ് വരുന്നത്. 20,000. ഞാൻ പറഞ്ഞ എത്ര പ്രതീക്ഷിക്കാന്ന് പറഞ്ഞത്? 25,000 രൂപ തൊട്ട് 40,000 രൂപ വരെ പ്രതീക്ഷിക്കാം. ഇനി നിങ്ങൾ ഡിഫറെന്റ് ലെഗില് ഒരു 3,00,000 ബിസിനസ് വോളിയം കൊണ്ടുവന്ന ഡിഫറെന്റ് ലെഗിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു ലെഗിൽ 1,00,000, രണ്ടാമത്തെ ലെഗിൽ 1,00,000, മൂന്നാമത്തെ ലെഗിൽ 1,00,000, അങ്ങനെ വ്യത്യസ്തമായ ലെഗിൽ നിങ്ങൾ 3,00,000 ബിസിനസ് വോളിയം കൊണ്ടുവന്നാൽ എത്ര പ്രതീക്ഷിക്കാന്ന് പറയാമോ? 75,000. ഉറപ്പായിട്ടും 50,000 മുതൽ 75,000 വരെ പ്രതീക്ഷിക്കാം. 50,000 തൊട്ട് 75,000 വരെ ഇൻകമാണ്. 3 ലെഗില് 1,00,000 വെച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള 3 ലെഗില് നിങ്ങൾക്ക് കാര്യം കമ്പനി നോക്കുമ്പം നിങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള 3 ലെഗില് 1,00,000 ബിസിനസ് വോളിയം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ അവിടെ അധ്വാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി പ്ലാൻ ചെയ്ത് നിങ്ങൾ ആ ടീമിനോടൊപ്പം വർക്ക് ചെയ്തിരിക്കുകയാണ്. പരമാവധി കമ്മീഷൻ ആർക്ക് കിട്ടുമെന്നറിയാമോ? ആ ലീഡർക്ക് കിട്ടും. കാര്യം യു ആസ് എ ലീഡർ. ഇനി 4 ലെഗിൽ ഓരോ ലക്ഷം കൊണ്ടുവന്നാലോ മിനിമം 1,00,000 രൂപ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എന്റെ പൊന്നെ ലീഡേഴ്സേ, ഈ 10% കമ്മീഷനിൽ നിന്ന് നിങ്ങൾ മേളിലോട്ട് വോളിയം ബിൽഡപ്പ് ചെയ്ത് കഴിയുമ്പം ഈ ബിസിനസിന്റെ രീതി മാറി. ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു 4,00,000 5,00,000 നിങ്ങളുടെ ടീമിൽ ബിൽഡ് ചെയ്ത് ബിസിനസ് വോളിയം ബിൽഡ് ചെയ്ത് 1,00,000 രൂപയ്ക്ക് മേളിൽ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പണി എപ്പോ എടുക്കണം? ഇപ്പൊ എടുക്കണം. അതെ, അതാണ് ബിസിനസ് പ്ലാനിങ് എന്ന് പറയുന്നത്. ചിലര് പറയാണ് ആ കാശൊക്കെ വരട്ടെ എന്നിട്ട് ഞാൻ നന്നോട്ട് വർക്ക് ചെയ്യാം. കാശ് ഈ ഡയറക്ട് സെല്ലിങ് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആൾക്കാർ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. കാശൊക്കെ വരട്ടെ എന്നിട്ട് ഞാൻ വർക്ക് ചെയ്യാം. അവരെന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ പണിയെടുക്കണം. ഈ ഒരു 6 മാസം കഴിഞ്ഞ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന കാശ്, അല്ലെങ്കിൽ 6 മാസം നിങ്ങൾ തുടർച്ചയായി വർക്ക് ചെയ്താൽ 4 മാസം 6 മാസം തുടർച്ചയായി
അപ്പോഴ ആ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇൻകം നോക്കരുത്. ഇൻകം വരട്ടെ, വന്നോളൂ. പക്ഷെ ഒരു 6 മാസം കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ബിസിനസിന്റെ സ്ഥിതി, എന്തായിരിക്കും നമ്മുടെ വരുമാനം, അത് മുന്നിൽ കാണാൻ കഴിയണം ഡിയർ ഫ്രണ്ട്സ്. ഫോക്കസ്ഡ് വർക്കായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് ഈ ബിസിനസ്സിൽ ചെയ്യാൻ ഒരു ആവേശം വരുന്നത്. ഞാൻ ഈ പ്ലാൻ പഠിച്ചു കഴിഞ്ഞപ്പം ഇത്രയും പ്രോഡക്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷെ എനിക്ക് പ്ലാൻ പഠിച്ചപ്പോൾ മനസ്സിലായി, ഇത് വർക്ക് ചെയ്ത് വോളിയം ബിൽഡ് ചെയ്താ കാശ് കിട്ടും. ഞാനങ്ങനെ ടീമിന്റെ കൂടെ വർക്ക് ചെയ്ത്, ധാരാളം ടീമിന്റെ കൂടെ വർക്ക് ചെയ്ത്, ചില ടീമുകളൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്ത് വരുമ്പം അവരതുവഴി പോവും. അത് ഇതിനകത്തുള്ളതാ. നിങ്ങൾ കൂടുതൽ ലെഗുകളിൽ വർക്ക് ചെയ്യണം. താഴോട്ട് പോയി ബിസിനസ് വോളിയം ബിൽഡ് ചെയ്യണം. ചിലപ്പോൾ മേളിൽ നിൽക്കുന്നവൻ കളഞ്ഞിട്ട് പോയാലും താഴെയുള്ളവൻ എന്ത് ചെയ്യും? അവന്റെ താഴെയുള്ളവൻ ഇത് ഏറ്റെടുക്കും. അതാണ് ഈ ബിസിനസ്. അവനോടൊപ്പം ചേർന്ന് നിങ്ങൾ വർക്ക് ചെയ്യണം. അപ്പം മാർച്ചില് നമ്മളുടെ ഒരു നേരിട്ടുള്ള ഒരു 5ഓ 10ഓ ലെഗ് നിങ്ങൾ പ്ലാൻ ചെയ്യും. എന്നിട്ട് ഓരോ ലെഗിലും എത്ര ബിസിനസ് വോളിയാണ് നമ്മൾ ബിൽഡ് ചെയ്യാൻ പോകുന്നത്. ഓരോ ലെഗിലും മാർച്ച് മാസത്തിലെ നിങ്ങൾ ആക്ടിവിറ്റീസ് ഒന്ന് പ്ലാൻ ചെയ്യും. എന്റെ പൊന്നെ, ഇതൊക്കെയാണ് ഈ ബിസിനസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാകുന്നിടം വരെ നിങ്ങൾ അപ്ലൈനോട് ചോദിക്കണം. ഈ വിജയിക്കണമെന്നുണ്ടെങ്കിൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ ധാരാളം നടത്തിയെങ്കിൽ ഏതൊരാൾക്കും വിജയിക്കാൻ കഴിയും. വിജയിക്കുന്ന കാര്യത്തിൽ ഏറ്റവും ആദ്യം വേണ്ടുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ്. അതിലേറ്റവും പ്രധാനമായ സംഗതി എന്ന് പറഞ്ഞാൽ, ഞാൻ മോഡിക്കയിലൂടെ വിജയിക്കും. അതൊരു ഭയങ്കര സംഭവമാണ്. മോഡി കെയറിലൂടെ നിങ്ങൾക്ക് വിജയമുണ്ടാക്കാൻ കഴിയും. നിങ്ങൾ വിജയിക്കാൻ വേണ്ടി ജനിച്ചവരാണ് എന്ന് വിശ്വസിക്കുക എന്ന് പറയുന്നത്, അത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ കൊണ്ട് അക്സെപ്റ്റ് ചെയ്യിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ചലഞ്ചാണ്. അത് നമ്മൾ ഇതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും പ്ലാൻ ഉണ്ടാക്കുകയും ആ പ്ലാനിനനുസരിച്ച് വർക്ക് ചെയ്യുകയും ചെയ്തു കഴിയുമ്പോഴേ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും. തയ്യാറെടുക്കുകയും പ്ലാൻ അനുസരിച്ച് വർക്ക് ചെയ്യുകയും ചെയ്യുമ്പം പലതരത്തിലുള്ള ഗ്രോത്തും ഉണ്ടാകും, സെറ്റ് ബാക്സും ഉണ്ടാകും. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പം അതിൽ നിന്ന് നമ്മൾ പുതിയ പുതിയ പാഠങ്ങൾ പഠിക്കണം. ഈ കൂടുതൽ ആൾക്കാരും ജീവിതത്തിൽ അവർക്ക് പ്രയാസങ്ങളും ദുഃഖങ്ങളും അല്ലെങ്കിൽ ഫെയിലിയേഴ്സും മാറാത്ത കാര്യം എന്താണെന്നറിയാവോ? അവരൊരിക്കലും അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുന്നില്ല. ഹലോ ഡിയർ ഫ്രണ്ട്സ്, അവരുടെ ജീവിതത്തിലെ അനുഭവങ്ങളെ അല്ലെങ്കിൽ തിക്തമായ അനുഭവങ്ങളെ തിരിച്ചടികളായി കാണുന്ന ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ അതൊക്കെ നമ്മളെ കൂടുതൽ ശക്തമാക്കാനുള്ള അല്ലെങ്കിൽ കൂടുതൽ ശക്തമായി നമ്മൾ മുന്നോട്ട് പോകാനുള്ള ചവിട്ടുപടികളാണ്, അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനുള്ളതാണ് എന്ന് കാണുന്നവരാണ് എന്ത് പ്രതിസന്ധി വന്നാലും ജീവിതത്തിൽ വിജയിക്കുന്നത്. ഈ ഒരിക്കലും സാധാരണ തിരയുള്ള ഒരു പുഴയിൽ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന ജലാശയത്തിൽ നീന്തിയ ഒരാള് വലിയ നീന്തൽക്കാരനാണെന്ന് പറയാൻ കഴിയില്ല. എന്താണെന്നറിയോ? അവിടെ ചുമ്മാ കൈയും കാലിട്ട് അടിച്ചാലും എന്ത് ചെയ്യാം? സുഖമായിട്ട് നീന്തിപ്പോകാം. ഒരു നല്ല ശക്തമായ ഒരു നീന്തൽക്കാരനെ സൃഷ്ടിക്കുന്നത് എപ്പോഴും വലിയ തിരകളുള്ള ജലാശയങ്ങൾക്ക് മാത്രമേ സൃഷ്ടിക്കാൻ കഴിയൂ. ഹലോ,
ഒഴുക്കിനെതിരെ നീന്തുക. വളരെ പ്രതിസന്ധികൾ വേണം. ഒഴുക്കിനെതിരെ നീന്തുന്നവന് മാത്രമേ ഒരു ശക്തമായ ഒരു നീന്തൽക്കാരനാകാൻ കഴിയൂ. മോഡി കെയർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒഴുക്കുള്ളൊരു പുഴയാണ്. ഈ ഒഴുക്കുള്ള പുഴയ്ക്കെതിരെ നീന്തി നിങ്ങൾ ശീലിക്കണം. ഓരോ പ്രതിസന്ധികളും നിങ്ങൾക്കൊരു അനുഭവമാകണം, ചവിട്ടുപടിയാകണം. ചില ആൾക്കാര് ഒരേ മിസ്റ്റേക്കുകൾ വീണ്ടും 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 ചെയ്തുകൊണ്ടിരിക്കും. സെയിം മിസ്റ്റേക്ക് they are repeating throughout their life. അങ്ങനെയുള്ള ആൾക്കാർക്ക് റിസൾട്ടും എങ്ങനെയായിരിക്കും? ഹലോ, സെയിം റിസൾട്ട് ആയിരിക്കും. സെയിം റിസൾട്ട് ആയിരിക്കും. അപ്പം നമുക്ക് ചില പരാജയങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ആ പരാജയങ്ങൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ വരാതെ നമ്മൾ നോക്കണം. അത്തരം പ്രതിസന്ധികൾ വന്നാൽ ആ മുൻപരിചയം വെച്ച് അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ തയ്യാറായി നിൽക്കണം. ഇവിടെയും വെൽ പ്ലാനിങ്ങോടെ നമ്മൾ ഈ ബിസിനസ് ചെയ്യുമ്പം, കാര്യം ഈ മാസം നമ്മളുടെ 5 ലെഗ് ഉണ്ടെങ്കിൽ ആ 5 ലെഗിലും ഞാനൊരു എക്സാമ്പിൾ പറയാണ്, ഒരു 50,000 ബിസിനസ് വോളിയം നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ എത്ര ബിസിനസ് വോളിയമായി? 5 ലെഗിൽ 50,000 ആണെങ്കിൽ 2.5 ലക്ഷം. 2.5 ലക്ഷം ബിസിനസ് വോളിയമായി. 2.5 ലക്ഷം ബിസിനസ് വോളിയം കൊണ്ടുവന്നാൽ നമുക്ക് എത്ര രൂപ പ്രതീക്ഷിക്കാം? മിനിമം ഒരു 50 മുതൽ 75 വരെ പ്രതീക്ഷിക്കും. 50 മുതൽ 75 വരെ പ്രതീക്ഷിക്കും. ഞാൻ എത്ര ശതമാനമാണ് പറഞ്ഞേ? 25,000. അങ്ങനെയല്ല, ഞാൻ നില്ല അത് ശശികുമാർ സാറെ പറഞ്ഞു കളയരുത്. ഞാൻ ഒരു ബിസിനസ് വോളിയത്തിന്റെ എത്ര ശതമാനമാണ് നിങ്ങൾക്ക് ഇൻകം ഞാൻ പറഞ്ഞത്? 10%. 10%. ഒരു ബൈനറി കമ്പനിയിലെ നിങ്ങൾ ലെഫ്റ്റും റൈറ്റും ചെയ്യുകയാണെങ്കിൽ മാച്ച് ബോണസ് തരും. ഇവിടെ ഒരു 1 ലക്ഷം ബിസിനസ് വോളിയം കൊണ്ടുവന്ന് മറ്റേടത്ത് 50,000 കൊണ്ടുവരികയാണെങ്കിൽ ഈ 50,000ത്തിന്റെ 10% മാക്സിമം കിട്ടുന്നത്. എത്ര? 5,000. കൊണ്ടുവന്നത് 1.5 ലക്ഷം വോളിയമാണ്. എത്ര മാക്സിമം കിട്ടുന്നത്? 5,000. യഥാർത്ഥത്തിൽ എത്ര കിട്ടണം? 15,000 കിട്ടണം. 15,000 കിട്ടണം. 10%. 15,000 കിട്ടണം. 1.5 ലക്ഷത്തിന്റെ 10% കിട്ടണം. മിക്കവാറും ഈ ബൈനറി കമ്പനികൾ ഈ 50,000ത്തിന് 5% കൊടുക്കും. 10% കൊടുക്കുന്നത് വളരെ കുറവാണ്. പക്ഷെ ഇവിടെ നമ്മൾ പ്ലാൻ പഠിക്കണം. പഠിച്ചിട്ട് ഡിഫറെന്റ് ലെഗുകൾ ബിസിനസ് വോളിയം ബിൽഡ് ചെയ്താൽ, രവി സാർ പറഞ്ഞത് ശരിയാ, നിങ്ങൾ ഈ 2.5 ലക്ഷം കൊണ്ടുവരുന്നത് 2 ലീഡർഷിപ്പ് ലെഗുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ 5 ഡിഫറെന്റ് ലെഗിൽ 50,000 കൊണ്ടുവന്നാൽ ഒരിക്കലും എത്ര കിട്ടത്തില്ല? 50,000ത്തിന് മേളിൽ കിട്ടത്തൊന്നുമില്ല. 25,000 നിങ്ങൾ കണക്കായിക്കോ. 2 ലെഗിലായിട്ട് വന്നാൽ 50,000 മേടിക്കാം. ഇത് ലീഡർഷിപ്പ് ലെഗ് ഉണ്ടെങ്കിൽ 1.25 2 ലീഡർഷിപ്പ് ലെഗാണ് നിങ്ങൾ ബിൽഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ 50,000ത്തിന് മേളിൽ എന്ത് മേടിക്കാം? ഇതൊക്കെ പഠിക്കണം. നമ്മള് ഇത് പഠിച്ചിട്ട് ഓരോ ലെഗുകളിലും വോളിയം ബിൽഡപ്പ് ചെയ്യണം നമ്മൾ. അപ്പം നമ്മുടെ പ്ലാനിങ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഡിഫറെന്റ് ആയിട്ടുള്ള ലെഗുകളിൽ എത്ര വോളിയമാണ് നിങ്ങൾ ഇന്ന് ഉണ്ടാക്കണം. ഇത് എന്നിട്ട് വേണം ഈ മാസം വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു 5 ലെഗ് എടുത്തിട്ട് ഒരു 50,000 ബിസിനസ് വോളിയം ബിൽഡ് ചെയ്താൽ 2.5 ലക്ഷം ബിസിനസ് വോളിയമായി. നിങ്ങൾക്ക് അതിന്റെ ഒരു 10% ഇൻകം നമുക്ക് കണക്കാക്കാം. 25,000 രൂപ ഇൻകം കണക്കാക്കാം.
ഇനിയാണ് ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡിഫറെന്റ് ആയിട്ടുള്ള 5 ലെഗില് നിങ്ങൾ നെക്സ്റ്റ് മന്തിൽ ബിൽഡ് ചെയ്യുമ്പം എത്ര ബിൽഡ് ചെയ്യണം? അമ്പതിനായിരം തന്നെ ബിൽഡ് ചെയ്താൽ മതിയോ? 1 ലക്ഷമെങ്കിലും ബില്ല് 1 ലക്ഷം 1 ലക്ഷം 1 ലക്ഷം 1 ലക്ഷം ബിൽഡ് ചെയ്യണം. അപ്പോഴോ 5 ലക്ഷമായി. ഇൻകം ഏകദേശം 1.5 ലക്ഷത്തിന് മുകളിൽ വരും. ഇതാണ് പണി ഇതിനകത്ത് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ 5 ലെഗില് ആദ്യത്തെ മാസം നിങ്ങൾ 50,000 ബിൽഡ് ചെയ്യുന്നില്ല എന്ന് വെച്ചു. നിങ്ങൾ തുടക്ക മാസത്തിൽ നിങ്ങൾക്ക് 5 ലെഗിൽ 20,000 ബിൽഡ് ചെയ്യാലോ ഓരോ ലെഗിലും. അപ്പൊ എത്രയായി? 1 ലക്ഷം ആയില്ലയോ? 1 ലക്ഷം. നിങ്ങളുടെ ഡൗൺ ലൈന് വേണ്ടി പ്ലാൻ ചെയ്യുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഒരു ഡൗൺ ലൈനെ നിങ്ങൾ കൊണ്ടുവന്നിട്ട് അയാളുടെ 5 ലെഗിൽ 20,000 രൂപ വെച്ച് ബിൽഡ് ചെയ്യുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്യണം. അങ്ങനെ ആദ്യത്തെ മാസം ഈ മാർച്ച് മാസത്തില് നിങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ഡൗൺ ലൈനിന്റെ ബിസിനസ് വോളിയം എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് 1 ലക്ഷം കൊണ്ടുവരണം ഒരു ഡൗൺ ലൈൻ. അങ്ങനെ കൊണ്ടുവരണമെന്ന് ആലോചിക്കുകയാണെങ്കിൽ അയാൾക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള 5 ലെഗ് വേണം. അതിൽ ഓരോ ലെഗിലും എത്ര ബിൽഡ് ചെയ്യണം? നിങ്ങൾ എഴുതിയോ പേപ്പറിൽ? നിങ്ങൾ ഈ മാർച്ച് മാസം നിങ്ങൾ കൂടെ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഡൗൺ ലൈനിൽ പുതിയ ആളായിക്കോട്ടെ അല്ലെങ്കിൽ പഴയ ആളായിക്കോട്ടെ 1 ലക്ഷം വോളിയം കൊണ്ടുവരണം. അങ്ങനെയാണെങ്കിൽ ആ ഡൗൺ ലൈനിന് 5 ഡയറക്റ്റ് ലെഗ് ഉണ്ടാകണം, ആക്ടിവിറ്റീസ് ഉള്ളത്. ഓരോ ലെഗിലും 20,000 ബിസിനസ് വോളിയം വരണം. സാർ മുമ്പേ പറഞ്ഞ 1.25 വെച്ച് 2 ലെഗിലായിട്ട് വരുമ്പം അതിനകത്ത് ഒരു 80,000 വീതം PGB ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു 59,000 രൂപയ്ക്ക് മുകളിൽ 2.3 വെച്ച് നോക്കിയാൽ 59,000 രൂപയ്ക്ക് മുകളിൽ LTV തന്നെ കിട്ടും. തീർച്ചയായിട്ടും കിട്ടും. അപ്പം നമ്മൾ ഇവിടെ എവിടെയാണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഒരു മാസം തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ടീമുകൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വ്യക്തമായ പിക്ചറോടുകൂടി തുടങ്ങണം. ഞാൻ അതാണ് പറയുന്നത്. നിങ്ങൾ ബിസിനസ് വോളിയം കൊണ്ടുപോപ്പാ, കാശ് തരും കമ്പനി, പക്ഷെ എവിടെ കൊണ്ടുവരണം, എങ്ങനെ കൊണ്ടുവരണം, അതാണ് ഞാൻ പറയുന്നത്. ശശികുമാർ സാർ പറഞ്ഞ കണക്ക് കറക്റ്റാ. ഈ കണക്കിലല്ല സാർ പ്രശ്നം. ശശികുമാർ സാറേ, അതെ കണക്കിലല്ല സാർ പ്രശ്നം. പ്രശ്നം എവിടാന്നറിയാവോ? പ്രശ്നം എവിടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇതിലാണ് പ്രശ്നം. എന്താണ്? വോളിയം ബിൽഡപ്പ് ചെയ്യുന്നതിലാണ് ഡിയർ ഫ്രണ്ട് പ്രശ്നം. കാര്യം നിങ്ങൾ ഇത് ഫോക്കസ് ചെയ്യുന്നില്ല. നിങ്ങളുടെ ഓരോ ലെഗിലും ഞാൻ ഒരു ഉദാഹരണം പറയാണ്. നിങ്ങളുടെ ഒരു ഡൗൺ ലൈൻ ലെഗിൽ നിങ്ങൾക്ക് 1 ലക്ഷം ബിസിനസ് വോളിയം കൊണ്ടുവരണം. അയാൾക്ക് 5 ഡയറക്റ്റ് ലെഗ് ഉണ്ട്. ആ 5 ഡയറക്റ്റ് ലെഗില് 20,000 ബിസിനസ് വോളിയം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓരോ ലെഗിലും 20,000 ബിസിനസ് വോളിയം കൊണ്ടുവന്ന നിങ്ങൾ ആർക്ക് വേണ്ടിയാ പ്ലാൻ ചെയ്യുന്നത്? ഡൗൺ ലൈനിന് വേണ്ടി. ആ ഡൗൺ ലൈനിന് എത്ര വോളിയം കൊണ്ടുവരണം? 5 ഡൗൺ ലൈനിൽ 20,000 വെച്ചാകുമ്പോ 1 ലക്ഷം. ആ 1 ലക്ഷം കൊണ്ടുവരണം. ആ 1 ലക്ഷം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ആ 5 ഡിഫറെന്റ് ലെഗില് നമ്മൾ ചെയ്യേണ്ട ആക്ടിവിറ്റീസിന്റെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. വോളിയം ബിൽഡപ്പ് ചെയ്യാനുള്ളത്. ആ ലെഗില് അയാളുടെ 5 ലെഗിലും ഒരു 5 പുതിയ ജോയിനിങ് വരട്ടെ. ആ ഡൗൺ ലൈനിന്റെ 5 പുതിയ ലെഗില് നിങ്ങൾ 5 പുതിയ ജോയിനിങ്, 5-10 പുതിയ ജോയിനിങ് കൊണ്ടുപോവാ. അതിലൊരു 2 ഫാസ്റ്റ് സ്റ്റാർട്ട് നിങ്ങൾ ചെയ്യ്. എത്ര വോളിയായി? ഹലോ, അയാളുടെ ഡിഫറെന്റ് ആയിട്ടുള്ള 5 ലെഗില്, നിങ്ങളുടെ ഡൗൺ ലൈനിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള 5 ലെഗില് നിങ്ങൾ ഒരു മാസത്തെ പണി ആ ഡിഫറെന്റ് 5 ലെഗില് ഒരു 5 പേരെ ഒരു ലെഗില് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ അഫേർട്ട് എടുക്കുന്നു. എന്നിട്ട് ആ 5-ല് 2 പേരെ ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യിക്കുന്നു, 2 പേരെ 100 PV ചെയ്യിക്കുന്നു.
അപ്പൊ ഒരു ലെഗിൽ എത്രയായി? 340 PV. അല്ല സോറി 440 PV. 440 PV ആയി. ഈ പണി ചെയ്യണം എന്റെ പൊന്നെ, പ്ലാൻ ചെയ്ത് വെച്ച് ചെയ്യണം. നിങ്ങളുടെ ഒരു ഡൗൺ ലൈനിൽ നിങ്ങൾ ഒരു 30 ദിവസം അയാളെ കൂടെ വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം 5000 ബിസിനസ്സോളെയും കൊണ്ടുവരാൻ കഴിഞ്ഞാൽ 1.5 ലക്ഷം ബിസിനസ്സോളിയായി. നിങ്ങൾ സ്പോൺസർ ചെയ്ത ഒരു ലെഗിൽ നിങ്ങൾ ഒരു 30 ദിവസത്തെ വർക്ക്, അതിൽ ഒരു ദിവസം ആ ലെഗിൽ എത്ര ആൾക്കാരുണ്ടായിക്കോട്ടെ അവർ 5000 ബിസിനസ്സോളിയം ജനറേറ്റ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ചെയ്ത 30 ദിവസം 1.5 ലക്ഷം ബിസിനസ്സോളിയായി. ഇത് നമ്മൾ ചെയ്യണ്ടേ? ഒരു ലെഗിൽ നമ്മൾ സ്പോൺസർ ചെയ്ത ഒരു ലെഗിൽ മാറി ചിന്തിക്കൂ ഡിയർ ഫ്രണ്ട്സ്. നിങ്ങളുടെ ചിന്തകൾ മാറ്റണം. ഡൗൺ ലൈൻസിന് വേണ്ടി നിങ്ങൾ പ്ലാൻ ചെയ്യണം. അവർക്ക് വേണ്ടി പ്ലാൻ ചെയ്തിട്ട് അവരുടെ ബിസിനസ് വോളിയം ബിൽഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യ്. താഴോട്ട് വർക്ക് ചെയ്യ്. ബിസിനസ് വോളിയം ബിൽഡപ്പ് ആവും. നിങ്ങൾ എങ്ങനെ സീനിയർ ആകാം, നിങ്ങൾ എങ്ങനെ ഡയറക്ടർ ആകാം, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആകാം, ഇതാണ് നിങ്ങളുടെ ചിന്തയിൽ മൊത്തം. അത് മാറണം. അത് മാറിയിട്ട് തലയില് ബിസിനസ് വോളിയം ബിൽഡ് ചെയ്യുന്നതിന്റെ കാര്യങ്ങളെ കുറിച്ച് നിങ്ങളുടെ ഓരോ ലെഗിലും അതാണ് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്. ഒരു മാസം 33,000 ബിസിനസ് വോളിയം അല്ലെങ്കിൽ 40,000 ബിസിനസ് വോളിയം 50,000 ബിസിനസ് വോളിയം ബിൽഡ് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്യുന്നവന് എന്ത് എനർജി ഉണ്ടാവും? ഹലോ, അങ്ങനെ ഒരു ചിന്തയായിട്ട് ഈ മാസം തുടങ്ങുന്നവന് എന്ത് എനർജി ഉണ്ടാകുന്ന? 50,000 ബിസിനസ് വോളിയം കൊടുത്താൽ എത്ര കിട്ടുന്നത്? 5,000 രൂപ. നിങ്ങളുടെ ഫോക്കസ് മാറ്റൂ ഡിയർ ഫ്രണ്ട്സ്. ഡൗൺ ലൈൻസിന് ഒരു 5,000 രൂപ 5 പേർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ നോക്ക്. അപ്പൊ നിങ്ങൾക്ക് എനർജി വരും. കാര്യം എത്ര കാശ് കിട്ടും? 25,000 കിട്ടത്തില്ലയോ? ഹലോ, കിട്ടുമല്ലയോ ഡിയർ ഫ്രണ്ട്സ്? കിട്ടും 25,000 കിട്ടും. 25,000 രൂപ ഈ മാർച്ച് മാസം നിങ്ങൾക്ക് കിട്ടണം. ഏപ്രിൽ മാസം പുതിയ പ്ലാൻ തുടങ്ങുമ്പോ അതൊരു 5 ലക്ഷം ആക്കണം. നമുക്ക് എക്സാഗ്രേറ്റ് ഒന്നും ചെയ്യണ്ട. വേണമെങ്കിൽ നിങ്ങൾ ഇപ്പൊ വലിയ ബിസിനസ് വോളിയൊക്കെ ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ മാസം 1 ലക്ഷം ബിസിനസ് വോളി എങ്ങനെ കിട്ടാം എന്നുള്ളത് കൊണ്ടുവരാന്നുള്ളത് ചിന്തിക്കും. വലിയ ബിസിനസ് വോളിയും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ, ഒരു 50,000-ത്തിന് താഴെയുള്ള ബിസിനസ് വോളിയുള്ള ആൾക്കാരാണെങ്കിൽ മാർച്ചിൽ എനിക്ക് എങ്ങനെ 1 ലക്ഷം ബിസിനസ് വോളിയം എൻ്റെ ടീമുകളിലൂടെ ബിൽഡപ്പ് ചെയ്യാം. ഇനി 1 ലക്ഷം ബിസിനസ് വോളിയം കൊണ്ടുവരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ചിന്തിക്കണം, മാർച്ചിൽ എനിക്ക് എങ്ങനെ എൻ്റെ ഡിഫറെന്റ് ടീമുകളിൽ വർക്ക് ചെയ്തിട്ട് ഒരു 2 ലക്ഷമോ 3 ലക്ഷമോ ബിസിനസ് വോളിയം കൊണ്ടുവരാം. നിങ്ങളെ 1 ലക്ഷത്തെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് അത്ര എനർജി ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങളുടെ ഡൗൺ ലൈൻസിന്റെ 1 ലക്ഷത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങിയാൽ കൂടുതൽ എനർജി വരും. ഹലോ, ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ മാറി ചിന്തിക്കേണ്ട സമയമായത്. കാര്യം ദേ ഗ്ലോബൽ പ്ലാൻ വരാൻ പോവാ. സൂപ്പർ പ്ലാനാണ് ഈ സമീർ മോഡി ആസാദി പ്ലാൻ. അൺലിമിറ്റഡ് തന്നെ സൂപ്പറാണ്. കിടുവാണ്. കിടുവാ കമ്പനി. സമീർ മോഡി സാർ എന്ന് പറയുന്ന നമ്മുടെ ചെയർമാൻ ഉണ്ടല്ലോ, ഭയങ്കര ജനറസ് ആയിട്ടുള്ള ഭയങ്കര ഒരു മനുഷ്യനാണ്. അദ്ദേഹം പറയുന്നത് മോഡി കെയറിൽ ഈ സീനിയർ ഡയറക്ടർ മുതൽ പ്ലാറ്റിനമിലുള്ള ആൾക്കാർ ഇഷ്ടം പോലുണ്ട്. അവർക്കൊക്കെ അത്യാവശ്യം അവരുടെ കുടുംബം പുലർത്താനുള്ള കാശ് ഏതിൽ നിന്ന് കിട്ടണം? പുള്ളിക്കാരൻ അതിനാ ഈ മാറ്റം, ഇതിനെ എംപവർ ചെയ്യുന്ന അതിനാ.
സാറേ ഈ ഏതൊരു ബിസിനസ്സുകാരൻ ഇങ്ങനെ ചിന്തിക്കും? ഡയറക്ട് സെല്ലിംഗിൽ അല്ലാതെ. ഡയറക്ടർ മുതലേ കിട്ടും, ഡയറക്ടർ മുതലേ ഇപ്പം കിട്ടും, ഡയറക്റ്റ് മുതലേ കിട്ടും. നമ്മൾ എന്തെന്ന് പറയാം, നമ്മൾ അതിനനുസരിച്ച് ഒരു പിക്ചർ മാറ്റം നമ്മളുടെ തലയിലുള്ള, നമ്മുടെ ഓരോരുത്തരുടെയും തലയിലുള്ള ആ പിക്ചറിന് ഒരു മാറ്റം വരണം. നമ്മളെ ഡൗൺ ലൈൻസിനെ കുറിച്ച് ചിന്തിക്കുക. അവരുടെ ബിസിനസ് വോളി എത്രയായിരിക്കണം, നിങ്ങൾ അത് ചിന്തിക്കുക. എന്നിട്ട് ആ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ആക്ടിവിറ്റീസ് നമ്മൾ കറക്റ്റായിട്ട് ലീഡേഴ്സുമായി ചേർന്നുകൊണ്ട് കൂടുതൽ ഹോം മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കണം. നമ്മൾ ഇനിയിപ്പം ഫീൽഡിലൊക്കെ ഇറങ്ങി നമ്മൾ ആക്ടിവിറ്റീസ് ചെയ്യണം. ന്യൂ ജോയിനിങ്സ് വരണം വോളിയം ബിൽഡപ്പ് ആകണമെന്നുണ്ടെങ്കിൽ. വേറെ ഒരു ഷോർട്ട് കട്ടും ഇല്ല എൻ്റെ ഡിയർ ഫ്രണ്ട്സ്. കാര്യം ഇതൊരു നമ്പർ ഗെയിമാണ്. കൂടുതൽ ആൾക്കാർ ഈ ബിസിനസ് ചെയ്യും നിങ്ങളോടൊപ്പം. കുറച്ച് ആൾക്കാർ കൊണ്ടുവന്നാൽ കുറച്ച് പേരെ ചെയ്യുള്ളൂ. ചില ആൾക്കാരൊക്കെ സ്പോൺസർ ചെയ്തിട്ട് തന്നെ മാസങ്ങളായി. പുതിയ സ്പോൺസറിങ് എല്ലാ മാസവും 2 or 3 സ്പോൺസറിങ് നിങ്ങൾ ഡയറക്റ്റ് ചെയ്യണം. ചിലരെന്നെ വിളിച്ചു ചോദിക്കും, സാറേ പുതിയൊരാളെ കിട്ടിയിട്ടുണ്ട്, ഞാൻ എവിടെ ഇടണം? ഞാൻ പറയും, നിങ്ങൾ എവിടെ കൊണ്ടിട്. അവൻ എവിടെ കൊണ്ടിട്ടാലും, ഇങ്ങനെ ചോദിക്കുന്നവൻ എവിടെ കൊണ്ടിട്ടാലും കണക്കാ. നമ്മൾ പുതിയ ഒരാളെ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്യാൻ കഴിവുള്ളവനാണെങ്കിൽ നേരിട്ട് തന്നെ ഇടണം. സംശയം എന്താ? നമുക്കെല്ലാം ഡെവലപ്പ് ചെയ്ത് നടക്കുന്ന ടീമുകളല്ലല്ലോ. ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ പകുതി ഒഴുകി വെച്ചിട്ട് ഇട്ടു പോകും. അതൊക്കെ ഇതിനകത്ത് സ്വാഭാവികമാണ്. ഞാൻ എത്രയോ പേരെ കണ്ടതാ. എത്ര ആൾക്കാരെ നമ്മളെ കൂടെ വന്നവർ പകുതി ഒഴുകി വെച്ചിട്ടുണ്ടല്ലോ, പോയമാരൊക്കെ അതുവഴി പോയി. പക്ഷേ ഞാൻ അന്നും ഇന്നും മോഡിക്കലുണ്ട്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനം. ഹലോ, ഞാൻ പലരെയും ഈ താഴോട്ട് പണ്ട് കൊടുത്തപ്പം പിന്നീടുണ്ടായ ചില അനുഭവങ്ങള് ഈ നമുക്ക് പലരെ സഹായിക്കുക എന്നുള്ള മനോഭാവത്തിൽ ചെയ്തു പോയതാണ്. പക്ഷെ അവരൊക്കെ 1 വർഷം 1.5 വർഷം കഴിഞ്ഞിട്ടൊക്കെ അവരെന്റെ അടുത്ത് ചോദിച്ചു, ഈ മേളിൽ നിൽക്കുന്ന അപ്രയനുണ്ടല്ലോ, എനിക്കറിയത്തില്ല, നിങ്ങളാണ് എന്നെ കൊണ്ടുവന്നത്, നിങ്ങൾ എന്തിനാണ് എനിക്ക് ഒരു പരിചയവും ഇല്ലാത്ത ആൾക്കാരെ താഴെ എന്നെ കൊണ്ട് പോസ്റ്റ് ചെയ്തത്? അപ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് ശരിയായ രീതിയിൽ നിങ്ങൾക്ക് എന്നെ കെയർ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മനസ്സിലാക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എനിക്കൊരു വാല്യൂ തന്നില്ല എന്ന് പറഞ്ഞ് വർക്ക് നിർത്തിയവരുണ്ട്. സ്റ്റാക്കിങ് ഒരു പരിഹാരമേ അല്ല. നിങ്ങൾ അവരെ ആ കൺസൾട്ടന്റിന്റെ പ്രോസ്പെക്ട് ലിസ്റ്റ് 100 പ്രോസ്പെക്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് എക്സ്പ്ലോർ ചെയ്തെടുക്കും. 100 ഹോട്ട് പ്രോസ്പെക്ട് ലിസ്റ്റ്. നിങ്ങൾക്ക് ഒരാളെ സ്പോൺസറിങ് കിട്ടുകയാണെങ്കിൽ ഈ മാസം തന്നെ അയാളെ കൂടി ഇരുന്ന് നിങ്ങൾ ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സമയം കൂടുതൽ ചെലവഴിക്കും. അവരെ കൊണ്ട് ലിസ്റ്റ് എഴുതാനും ഈ ബിസിനസ് പ്ലാൻ മനസ്സിലാക്കി കൊടുക്കാനും കൂടുതൽ സമയം ചെലവഴിക്കും. ആൾക്കാരിൽ ഇൻവെസ്റ്റ് ചെയ്യും. നിങ്ങളോടൊപ്പം എന്തിനും തയ്യാറായി ഒരു 4 പേരെ ഡിഫറെന്റ് ലെഗ് കണ്ടെത്തിയ ഈ ബിസിനസ്സിൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ ഉണ്ടാക്കാം. ഹലോ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളോടൊപ്പം എന്തിനും തയ്യാറുള്ള 4 പേര് ഡിഫറെന്റ് ലെഗിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലക്ഷങ്ങൾ സമ്പാദിക്കാം ഈ ബിസിനസ്സിനകത്ത്. വേറൊന്നുമല്ല, യു ഇൻവെസ്റ്റ് ഓൺ ദം. നിങ്ങൾ അവരെ പഠിപ്പിക്ക്. പുതിയ ജോയിനിങ് എങ്ങനെ ഉണ്ടാക്കാം, ഫാസ്റ്റ് സ്റ്റാർട്ട് വെച്ച് പുതിയ ആൾക്കാരെ എങ്ങനെ ക്ലോസ് ചെയ്യാം, ഹോം ഷോപ്പീസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, 100 പ്ലേ വീക്ക് ക്ലബിൽ അവരെ എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാം, ലോയൽറ്റി പ്ലസിൽ അവരെ എങ്ങനെ കണ്ടിന്യൂ ചെയ്യാം, അവരുടെ ടീമിൽ നിന്ന് ലീഡേഴ്സിനെ എങ്ങനെ കണ്ടെത്തി ഡെവലപ്പ് ചെയ്തെടുക്കാം. ഈ 6 കാര്യം കാണാപ്പാടം പഠിച്ച് നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ഇതൊന്നും സംസാരിക്കുന്നില്ലപ്പ ആളുകളോട്. പുതിയ ജോയിനിങ്ങിനെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുന്നില്ല, ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, ഹോം ഷോപ്പിൽ തുടങ്ങുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, 100 പേ വല്ലപ്പോഴൊക്കെ സംസാരിക്കും. ഞാൻ ചെയ്തിട്ട് എടുത്തൊരു ഫോട്ടോ അങ്ങ് തട്ടും. ഞാൻ മിടുക്കനാണ്. നിങ്ങൾ 10 പേരെ ടീമിന് മിടുക്കനാക്കിയിട്ട് അതിന്റെ ഫോട്ടോ ഇടും, കാശ് കിട്ടും. ആ 10 പേരെ കൊണ്ട് ചെയ്യിപ്പിക്കാനാണ് നിങ്ങളെ ഫോട്ടോ ഇടേണ്ടത്. 1-ാം തീയതി അല്ലെങ്കിൽ 2-ാം തീയതി ഇടണം, 3-ാം തീയതി ഇടണം. ഇന്ന് ഞാൻ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന രവിചേട്ടൻ ഇന്ന് 6000 രൂപയുടെ പർച്ചേസ് ഇതിനകം MLC ചെയ്ത് കഴിഞ്ഞില്ലേ രവി സാറേ? ഇല്ലേ? ഒരു കൈയ്യിൽ കൊടുത്തേ. 100 പേ that day. സക്സസ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന മാത്രമല്ല,
നമ്മളും ചെയ്യണം. ടീമിൽ ഒരു 100 പേരെ കൊണ്ട് ചെയ്യിക്കണം. ഡിഫറെന്റ് ലെഗ് എടുക്ക്, എന്നിട്ട് ഓരോ ലെഗിലും ഓരോ ടീമിലും സാറ് 10 ആൾക്കാരെ ഒന്ന് 100 PV ചെയ്യിച്ചു നോക്കും. അതിനുള്ള ആക്ടിവിറ്റീസ് ചെയ്യും. ഒരു 10 ന്യൂ ജോയിനിങ് ഓരോ ലെഗിലും ഈ മാസം വരട്ടെ. ബിസിനസ് മാറുന്ന കാണണം. ഭയങ്കര മാറ്റമാണ്, ഭയങ്കര മാറ്റമാണ്. ചെയ്യുന്നവൻ അങ്ങ് ചെയ്യും, അല്ലാത്തവൻ നോക്കട്ടെ കാണട്ടെ. ഇല്ലേ, ദുബായി പോയവന്റെ കാര്യം പറഞ്ഞതൊക്കെ പേര് ഞാൻ പറയുന്നില്ല. അവനെപ്പോഴും ഇങ്ങനെ നോക്കിയും കണ്ടിരിക്കും. നിങ്ങള് അത്തരത്തിലുള്ള ഒരാളാകരുത്. പേര് മാറ്റി പിടിക്കും സാറേ, പേര് മാറ്റി പറയാം. അതാണ് ഞാൻ പേര് മനസ്സിലായില്ലേ? നിങ്ങൾ സർദാർജി ആകരുത്. നമുക്ക് അങ്ങനെ ആയിക്കളയാം ശശികുമാർ സാറെ കഥ. സർദാർജി ആവരുത്. അവസാനം സമീർ മോഡി ആസാദി പ്ലാനും വന്ന് അൺലിമിറ്റഡും വന്ന് ഗ്ലോബലും വന്നാലും സർദാർജി ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സർദാർജി കഥകൾ, മോഡിക്കല്ല ഡയറക്ട് സെല്ലിങ്ങിലൊക്കെ സർദാർജി കഥകൾ എന്ന് പറഞ്ഞിട്ട് കഥ ഇനി ഇറക്കേണ്ടി വരും. സോ ഡിയർ ഫ്രണ്ട്സ്, ഈ ബിസിനസ്സിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ ഡിഫറെന്റ് ലെഗുകളിൽ നിങ്ങളുടെ വോളിയം പ്ലാൻ ചെയ്യുക. വോളിയം പ്ലാൻ ചെയ്തിട്ട് നിങ്ങൾ ആ ലെഗുകളിലെല്ലാം ഈ 6 കാര്യം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട 6 കാര്യം. നിങ്ങളുടെ ഈ മാർച്ച് മാസത്തിൽ നിങ്ങളുടെ ഓരോ ലെഗുകളിലും വലിയ വലിയ ലെഗ് ഉണ്ടെങ്കിൽ അതങ്ങ് വിട്ടുതരാം, അത് നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷെ നിങ്ങളുടെ ചെറിയ ചെറിയ ലെഗുകളിൽ നിങ്ങൾ അവരോടൊപ്പം നിന്നുകൊണ്ട് പുതിയ ജോയിനിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഹോം മീറ്റിങ്ങുകൾ, 1-to-1 പ്ലാൻ, ഇതൊക്കെ നമ്മുടെ ബേസ് ആക്ടിവിറ്റീസ് ആണ്. ഇതൊക്കെ നടക്കുമ്പോൾ പുതിയ ജോയിനിങ് വരും. നിങ്ങൾ വിചാരിക്കണമെന്നില്ല, ആൾക്കാർക്ക് ഈ ഡയറക്ട് സെല്ലിംഗ് എന്നൊക്കെ കേട്ടും ഈ മണി ചെയിൻ ആണ് കൂടുതൽ ആൾക്കാരും കേട്ടിരിക്കുക. അതല്ല മോഡി കെയർന്നും ഇതിനകത്ത് ധാരാളം ഉൽപ്പന്നങ്ങളുണ്ടെന്നും അത് മനുഷ്യരാശി ഉള്ളിടത്തോളം കാലം ആവശ്യമുള്ളതാണെന്നും ഇതൊരു റിപ്പീറ്റഡ് ആയിട്ടുള്ള സെയിൽസ് കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ബിസിനസ് ആണെന്നും പാസീവ് ഇൻകം കിട്ടാൻ സാധ്യതയുള്ള ഒരു ബിസിനസ് ആണെന്നും നിങ്ങളുടെ പുതിയ ആൾക്കാരൊക്കെ നിങ്ങൾ കാണിച്ചു കൊടുക്കും. നമ്മൾ ഇന്ന് വരെ കണ്ട പഴയ ആൾക്കാർ ചതഞ്ഞ് കിടക്കും. നിങ്ങൾ അവരെയൊക്കെ വിട്ടിട്ട് പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യും. അവർ വലിയ സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങളെ നിങ്ങൾ തീ പിടിപ്പിക്കും. ഒരു കുതിരയ്ക്ക് നിങ്ങൾ വെള്ളം കൊടുക്കാൻ തുടങ്ങിയ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം അത് ഒട്ടും കുടിക്കത്തില്ല. പക്ഷെ കുതിരയ്ക്ക് ഒരു ദാഹമുണ്ടെങ്കിൽ കുതിര വെള്ളം എവിടെ ഉണ്ടെങ്കിലും പോയി കണ്ടുപിടിച്ചു കൊടുത്തു. ആൾക്കാരിൽ ദാഹം ഉണ്ടാക്കും വിജയിക്കാനുള്ള കാര്യം. മോഡി കെയറിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ അവരുടെ ഡൗൺലൈൻസിന് വേണ്ടി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഡൗൺലൈൻസിന് വേണ്ടി പ്ലാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡൗൺലൈൻസിൽ ദാഹം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഡൗൺലൈൻസിന് വിജയിക്കാനുള്ള മാർഗങ്ങൾ നിങ്ങൾ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ അവർ ഈ അവസരത്തിൽ നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യാനുള്ള നല്ല നല്ല ആൾക്കാരെ അവർ ഈ ബിസിനസ്സിലേക്ക് കണ്ടെത്തി നിങ്ങളെ കൂടെ കൊണ്ടുവന്ന് അസോസിയേറ്റ് ചെയ്യും. നിങ്ങൾക്ക് അവരെ ആകർഷിക്കാനുള്ള, അവരെ നിങ്ങളിലേക്ക് ആകർഷിക്കാനുള്ള ഒരു ഓറ, ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ആ പോസിറ്റീവ് എനർജിയിലൂടെ നിങ്ങൾ ആ ടീമുകളിൽ പുതിയ ജോയിനിങ്ങും ഫാസ്റ്റ് സ്റ്റാർട്ടും ഹോം ഷോപ്പിംഗ് 100 PV ലോയൽറ്റി പ്ലസും ബിൽഡ് ലീഡേഴ്സിനെയൊക്കെ കണ്ടെത്തി ഡെവലപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഡോക്ടർ സുരേഖ ഭാർഗവയും 1,46,00,000 വാങ്ങുന്ന സുരേഖ ഭാർഗവയും സംസാരിക്കുന്നത് എന്ത് തന്നെ ഇത് ബിസിനസ് വോളിയം ബിൽഡ് ചെയ്യാൻ ഇത് തന്നെയാണ്. നിങ്ങൾ ഈ മാർച്ച് മാസം തുടക്കം മുതൽ കൂടുതൽ ആൾക്കാരെ ജോയിനിങ് നടത്തണം. നമ്മുടെ ടീമുകളിലൊക്കെ പുതിയ ആൾക്കാരുടെ ജോയിനിങ്സ് വളരെ കുറവാണ്. നിങ്ങൾ ഫീൽഡിൽ പോയി വർക്ക് ചെയ്ത് ഹോം മീറ്റിങ്ങുകൾ 1-to-1 പ്ലാൻ നടത്തി പുതിയ ജോയിനിങ് കൊണ്ടുപോവുക. അവരുടെ ഗസ്റ്റുകളെ കൊണ്ട് സൂം മീറ്റിങ്ങുകൾ ഞായറാഴ്ച കൊണ്ടുപോകുക. നമ്മളെ സൂം മീറ്റിങ്ങുകൾ കുറെ കൂടെ പവർഫുൾ ആക്കാം നമുക്ക്. ദെൻ ഹോം ഷോപ്പീസ് നടത്തുക. ആൾക്കാർക്ക് 10,000-15,000 രൂപയൊക്കെ സാധനം വിൽക്കാൻ കഴിയും ഒരു മാസം. ഇഷ്ടംപോലെ സാധനമുണ്ട്, ആൾക്കാർക്ക് എല്ലാ സാധനങ്ങളും ആവശ്യമുണ്ട്. സോ ഡു ഇറ്റ്. പിന്നെ നമ്മുടെ കുക്കു എയർ പ്യൂരിഫയർ ഉണ്ട്. ആ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളിടത്ത് അത് ഉപയോഗിക്കുക. കൂടുതൽ ഓളിയം കിട്ടും. 9,000 ഓളിയം എന്നുള്ള ഇപ്പോൾ 10,800 ഓളിയാണ്. അതെല്ലാം യൂട്ടിലൈസ് ചെയ്യുക. ശരിയായ രീതിയിൽ പ്ലാൻ ചെയ്യുക. എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. വിഷ് യു ആൾ ദി സക്സസ്.